സന്നിധാനത്തേക്കുള്ള ശരണപാതയായ ശരംകുത്തി നട തുറന്ന ദിനത്തിൽ തന്നെ കൂരിരുട്ടിൽ ശബരിമലയിലെത്തിയ ഭക്തരാണ് ഇക്കാര്യം പരാതിപ്പെടുന്നത്. സ്വാമി അയ്യപ്പൻ റോഡിലാകട്ടെ മതിയായ വെളിച്ചവുമില്ല. ലൈറ്റ് സജ്ജീകരണത്തിൽ കടുത്ത വീഴ്ചയാണ് അനുഭവപ്പെടുന്നതെന്ന് ഭക്തർ സാക്ഷ്യപ്പെടുത്തി. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, നമുക്കറിയാം ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളോ ഇവർ നൽകുന്നില്ല. എങ്കിൽ ഒരു നോക്ക് കാണാനെങ്കിലും അയ്യനെ കാണാൻ ഓടിയെത്തുന്ന ആ ഭക്തർക്ക് ഇപ്പോൾ ഭക്തരെ ഇരുട്ടിലാക്കിയിരിക്കുകയാണ്. ഇതൊന്നും പുനഃസ്ഥാപിക്കാൻ അവിടെ ആരുമില്ലേ? അധികൃതർ ആരുമില്ലേ? എന്തൊരു കഷ്ടമാണ് മിഥുൻ. അശ്വതി, സ്വാമി അയ്യപ്പൻ റോഡിലാണ് ലൈറ്റ് സജ്ജീകരണത്തിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. പരമ്പരാഗത പാതയാണ്. രണ്ടായി തിരിയുന്ന സ്വാമി അയ്യപ്പൻ റോഡിലേക്ക് വരുമ്പോൾ ശരംകുത്തി മുതലുള്ള ഭാഗങ്ങളിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ആ ഭാഗങ്ങൾ കൂരിരുട്ടിലാണ്. ഇപ്പോൾ ഭക്തരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഈ ലൈറ്റ് സജ്ജീകരണത്തിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ചയിൽ പ്രതിഷേധമായി ഉയരുന്നുണ്ട്. വലിയ തിരക്കാണ് ഇന്ന് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. സ്വാമി അയ്യപ്പൻ റോഡ് വഴി ധാരാളം ഭക്തജനങ്ങൾ കയറി വരുന്നുണ്ട്. വലിയ വീഴ്ച സംഭവിച്ചതിൻ്റെ പരാതിയാണ് ഭക്തജനങ്ങളെല്ലാം ഉയർത്തുന്നത്. കൂരിരുട്ടാണ് ഈ ഭാഗങ്ങളിൽ എന്നുള്ളതാണ് ഈ ഭക്തജനങ്ങൾ ഉയർത്തുന്ന പരാതിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. വന്യജീവികൾ ഒപ്പം ഇഴജന്തുക്കൾ അടക്കമുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ആ ഭാഗങ്ങളിൽ ഉണ്ട്. ഇഴജന്തുക്കളുടെയൊക്കെ ശല്യം ധാരാളം ഉള്ള പ്രദേശം കൂടിയാണ്. കാനനപാതയാണ്. സ്വാഭാവികമായും ഇഴജന്തുക്കളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള അപകട ഭീഷണിയെല്ലാം അവിടെ നിലനിൽക്കുന്നു. കുട്ടികളടക്കം ധാരാളം സമയം പമ്പയിലും എരുമേലിയിലും നിലയ്ക്കലുമെല്ലാം കാത്തുനിന്ന് മണിക്കൂറുകൾ കാത്തുനിന്ന് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശേഷം നട തുറന്നപ്പോൾ ധാരാളമായി എത്തുന്ന ഒരു സമയം കൂടി ആണ് ഇന്ന്. ആദ്യ ദിവസം തന്നെ ഇത്തരത്തിലുള്ള പരാതി ഉയർന്നു. ലൈറ്റ് സജ്ജീകരണത്തിൽ ആവശ്യമായിട്ടുള്ള വെളിച്ച സംവിധാനം ഒരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. അത് വഴിവിളക്കുകൾ ഒന്നും തന്നെ ഈ ഭാഗങ്ങളിൽ ക്രമീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവും ഭക്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രതിഷേധവും അത് തന്നെയാണ്. ആദ്യ ദിവസം തന്നെ ഇത്തരത്തിലുള്ള പരാതി ഉയർന്ന് വെളിച്ച സംവിധാനത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. കൂരിരുട്ടാണ് ഈ ഭാഗങ്ങളിലെല്ലാം എന്നുള്ളതാണ്. സ്വാമി അയ്യപ്പൻ റോഡ് തുടങ്ങുന്ന ഭാഗം മുതൽ ശരംകുത്തി വരെയുള്ള ഭാഗങ്ങളിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. പിന്നീട് ശരംകുത്തി മുതലുള്ള ഭാഗങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ വീഴ്ച, അത് കൂരിരുട്ട് എന്ന് പറയാവുന്ന രീതിയിലേക്ക് ഈ ശരംകുത്തി മുതലുള്ള ഭാഗങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്നാലും വലിയ വീഴ്ച ആദ്യ ദിവസം മണ്ഡലകാലത്ത് നട തുറന്നിരിക്കുന്ന ആദ്യ ദിവസം തന്നെ ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും KSEBയുടെയും എല്ലാം ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അതിന് എത്രയും വേഗം പരിഹാരം വേണം എന്നുള്ളതാണ് ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നിലവിൽ അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ഭക്തജനങ്ങൾ പരാതി പറയുന്നുണ്ട്. അപ്പോൾ KSEBയോട് പറയൂ, മറ്റു അധികൃതരോട് പറയൂ എന്ന് പറഞ്ഞ് ഇവരെ ഒഴിവാക്കുകയാണ് എന്നുള്ളതാണ്. അതായത് വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ഒരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല അല്ലേ അവിടെ? വഴിവിളക്കുകൾ ഒന്നും തന്നെ അവിടെ നിലവിൽ ഇല്ല എന്നുള്ളതാണ്. ഇനി അതെല്ലാം സജ്ജീകരിക്കണം. അതിന് മണിക്കൂറുകൾ സാവകാശം വേണ്ടി വരും. ശരംകുത്തി മുതലുള്ള ഭാഗങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയൊന്നും വഴിവിളക്കുകൾ ഇതുവരെയും കൃത്യമായ ഇടവേളകളിൽ വഴിവിളക്കുകൾ സജ്ജീകരിക്കേണ്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് ഇനി മണിക്കൂറുകൾ വേണ്ടിവരും. അടുത്ത പകൽ മാത്രമേ അതിനുള്ള സാധ്യതകൾ ഉണ്ടാവുകയുള്ളൂ എന്തായാലും അടുത്ത ദിവസം ഇനിയുള്ള രാത്രികൾ എങ്കിലും ഈ ലൈറ്റ് സജ്ജീകരണത്തിൽ കൃത്യമായിട്ടുള്ള സജ്ജീകരണം ഉണ്ടാകണം എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഈ രാത്രി ഇനി അതിനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. സമയം വേണ്ടിവരും. കൂടുതൽ സമയം ഈ ക്രമീകരണം നടത്താൻ ആവശ്യമായി വരും. അപ്പോൾ അടുത്ത പകൽ മാത്രമേ ഇനി എന്തായാലും ഈ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പ്രത്യേകിച്ച് ശരംകുത്തി മുതലുള്ള ഭാഗങ്ങളാണ്. കൃത്യമായി തന്നെ ഇരുട്ടാണ്, കൂരിരുട്ടാണ് അവിടെ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അശ്വതി. എസ് മിഥുൻ, അങ്ങനെ സന്നിധാനത്തേക്കുള്ള ശരണപാതയായ ശരംകുത്തി നട തുറന്ന ആ ദിവസം തന്നെ കൂരിരുട്ടിലാക്കിയിരിക്കുകയാണ്.